എറണാകുളം രായമംഗലത്ത് ഹോട്ടലിൽ കയറി അതിക്രമം നടത്തിയ സംഭവത്തിൽ പൾസർ സുനിക്കെതിരെ കേസ്. കുറുപ്പംപടി പോലീസാണ് കേസെടുത്തത്. രണ്ടാമതും ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ വൈകിയെന്ന് പറഞ്ഞായിരുന്നു സുനിയുടെ അതിക്രമം. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഈ നടിയെ ആക്രമിച്ച കേസിൽ കർശന വ്യവസ്ഥകളോടെയാണ് പൾസർ സുനി ജാമ്യത്തിലിറങ്ങിയത്. ഇപ്പോൾ അതിക്രമവും നടത്തിയിരിക്കുന്നു പൾസർ സുനി. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? രജനി, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. രജനി പറഞ്ഞതുപോലെ തന്നെ കർശന വ്യവസ്ഥകളിലാണ് പൾസർ സുനിക്ക് ജാമ്യം നൽകിയിരുന്നത്. ഏറെക്കാലം ജയിലിലായിരുന്നു, ജാമ്യം ലഭിക്കാതെ ജയിലിലായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടങ്ങൾ പൾസർ സുനി നടത്തുകയും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെയാണ് പൾസർ സുനിക്ക് ഒടുവിൽ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്നാൽ ജാമ്യം ലഭിച്ച ശേഷവും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ പൾസർ സുനി ഏർപ്പെടുന്നു എന്ന് തന്നെയാണ് ഈ ഒരു സംഭവം വ്യക്തമാക്കുന്നത്. ഇവിടെ ഹോട്ടലിൽ ഭക്ഷണം രണ്ടാമത് വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ ഭക്ഷണം ലഭിക്കാൻ അല്പം വൈകി എന്നതിന്റെ പേരിലാണ് പൾസർ സുനി ഈ ഒരു അതിക്രമം നടത്തിയത്. രായമംഗലത്ത് ഹോട്ടലിൽ കയറി അവിടുത്തെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി ചില്ല് ഗ്ലാസുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ CCTV ഇല്ലാത്ത ഭാഗത്തേക്ക് എത്തിയാൽ കൊന്നുകളയുമെന്ന് പൾസർ സുനി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ കേസിൽ ഉൾപ്പെട്ടതിന് ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ പൾസർ സുനി വീണ്ടും കുറ്റകൃത്യങ്ങളുടെ ഭാഗമാകുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്നതടക്കമുള്ള ഒറ്റപ്പെട്ട പരാതികൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ നേരിട്ട് പോലീസിൽ പരാതി ലഭിക്കുന്നതും ഇത്തരത്തിൽ വലിയൊരു പ്രശ്നത്തിലേക്കും അതിക്രമങ്ങളിലേക്കും നീങ്ങുന്നതും ഈ ആദ്യ സംഭവമാണ്. സ്വാഭാവികമായും ജാമ്യ വ്യവസ്ഥകളുടെ ലംഘനമാണ് എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യം പോലീസ് അന്വേഷണ സംഘങ്ങൾ കോടതിയെ അറിയിക്കും. ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ പൾസർ സുനിയുടെ കാര്യങ്ങൾ അറിയിക്കും. സ്വാഭാവികമായും ജാമ്യം റദ്ദാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് പൾസർ സുനിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയത്. വിശദമായി തന്നെയുള്ള ഒരു അന്വേഷണം, ഒപ്പം തന്നെ മറ്റ് ജാമ്യ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള പരിശോധനകളും അന്വേഷണ സംഘം നടത്തുകയും ചെയ്യും. ശരി, ജാമ്യത്തിലിറങ്ങിയ പൾസർ സുനിയുടെ അതിക്രമമാണ് ഹോട്ടലിൽ നേരെ ഉണ്ടായിരിക്കുന്നത്. എറണാകുളം രായമംഗലത്ത് എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.